റഹീം. പിന്നെ അടുത്ത 58-ാമത്തെ ആയത്ത് വറബ്ബുക്കൽ ഗഫൂറു എന്നുള്ള ആയത്ത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വർക്ക് എത്ര പേര് അയച്ചിക്കണോ? 2 പേര്. വറബ്ബുക്കൽ ഗഫൂറു, ഇതിനകത്ത് ഫസ്റ്റത്തെ വാക്ക് വറബ്ബുക്ക, ഒറ്റ നിയമം അതിനകത്തുള്ളത് ഏതാ? വറബ്ബുക്കയിൽ നിയമം റായിന് ഫതഹ് വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? ആ റായിൻ്റെ നിയമം അറിയോ? നമ്മൾ റായിന് 2 അവസ്ഥയുള്ളത്. ഒന്ന് റായിനെ കനപ്പിക്കുക, 2 ലഘുവാക്കുക. കനപ്പിക്കുക എന്ന് പറഞ്ഞാൽ റായിൻ്റെ സൗണ്ടത്തിന് ഉച്ചരിക്കുന്നതിനാണ് കനപ്പിക്കുക എന്ന് പറയുക. ലഘുവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റായിനെ രാ എന്നുള്ള സൗണ്ടിൽ ഉപയോഗിക്കുന്നതിനെ പറയാം. അപ്പോൾ റാ എന്ന അക്ഷരത്തിന് ഫതഹ്, ഡബിൾ ഫതഹ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ലമ്മ്, ഡബിൾ ലമ്മൊക്കെ വന്നു കഴിഞ്ഞാൽ റായിനെ കനപ്പിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ റായിന് ഫതഹ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ റാ എന്ന് പറഞ്ഞു. നേരെ മറിച്ച് റായിന് കസറ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയുക? റീ എന്ന് പറയൂല, മറിച്ച് രി, ആ സൗണ്ട് മാറ്റും, രാ എന്നുള്ള സൗണ്ടിലേക്കാവും. ഇവിടെ നമുക്ക് റായിന് ഫതഹ വന്നുകൊണ്ട് എന്ത് ചെയ്യണം? റായിനെ കനപ്പിച്ച് പറയണം, അഥവാ റായിൻ്റെ സൗണ്ടിൽ തന്നെ പറയണം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താ? റായിന് ഫതഹക്ക് വരുമ്പോൾ പരത്തി പറയരുത്, റാ എന്ന് പറയരുത്, റോ എന്നാണ് പറയേണ്ടത്. റാ എന്ന് പരത്തി പറയാൻ പാടില്ല. വറബ്ബുക അസ്സലാമു അലൈക്കും വബറകാതുഹു. ഇനി വറബ്ബുക്കൽ ഗഫൂറു എന്നുള്ളിടത്ത് എത്ര നിയമങ്ങളുണ്ട്? അൽ ഗഫൂറു ഒരു നിയമമുള്ളൂ? 2 നിയമമുണ്ട്. ഒരു മദ്ദിൻ്റെ നിയമമില്ലേ? ഫായിലുള്ള മദ് ഏത് മദ്ദ? മദ് അസ്ലി. ഇവിടെ ഏത് ഹുറൂഫുൽ മദ്ദ വന്നിരിക്കുന്നത്? 3 ഹുറൂഫുൽ മദ് 3 ഇല്ലേ? അതിൽ ഇതാണ് ഏത് മദ്ദ? ലമ്മിന് ശേഷമുള്ള സുക്കൂനുള്ള വാവാണ് ഹുറൂഫുൽ മദ് വന്നിരിക്കുന്നത്. ആ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ ഒന്നും വരാത്തത് കൊണ്ട് അത് മദ് അസ്ലിയാണ്. അപ്പോൾ എത്ര അലിഫ് നീട്ടണം? മദ് അസ്ലി 1 അലിഫിൻ്റെ അളവ് നീട്ടണം. ഫൂ. അത് അടുത്ത നിയമം റായിൻ്റെ നിയമം ഗഫൂറു അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു റായിന് ഫതഹ്, ഇരട്ട ഫതഹ്, ലമ്മ്, ഇരട്ട ലമ്മൊക്കെ വന്നു കഴിഞ്ഞാൽ റായിനെ കനപ്പിക്കണം. ഇവിടെ റായിന് ലമ്മ് വന്നതുകൊണ്ട് റായിനെ കനപ്പിക്കുക. ഗഫൂറു. ഇനി ദുർ റഹ്മത്തി, ഞാൻ മുമ്പൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു പദത്തിൻ്റെ അവസാനം ഹുറൂഫുൽ മദ് വരികയും തൊട്ടടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ സുക്കൂനോ ഷദ്ദോ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഹുറൂഫുൽ മദ് നമ്മൾ ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിയേ, ദൂ എന്നെന്തുണ്ട്? അവിടെ ഹുറൂഫുൽ മദ് ഉണ്ട്, പക്ഷേ തൊട്ടടുത്ത അർ റഹ്മത്തി എന്ന പദത്തിൻ്റെ ആരംഭത്തിൽ റായിന് ഷദ്ദാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ദൂർ റഹ്മത്തി എന്ന് പറയത്തില്ല, പിന്നെ എന്ത് പറയും? ദുർ റഹ്മത്തി. ആ ദാലിൻ്റെ ഹുറൂഫുൽ മദിനെ ഒഴിവാക്കും. എന്നാൽ നേരെ മറിച്ച് ആ ദാലിൽ നിർത്തുകയാണെങ്കിലോ, ദൂ എന്നതിൽ നിർത്തുകയാണെങ്കിൽ ഹുറൂഫുൽ മദോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഉച്ചരിക്കുക. ചേർത്ത് ഓതുമ്പോഴാണ് ഒഴിവാക്കുന്നത്. ദുർ റഹ്മത്തി, അവിടെയും റായിന് എന്ത് വന്നിട്ടുണ്ട്? ഫതഹ് വന്നതുകൊണ്ട് റായിനെ കനപ്പിക്കണം. ഇനി ഇവിടെ നോക്കിയാൽ ദുർ റഹ്മത്തി എന്നിടത്ത് മുകളിൽ ചെറിയൊരു അടയാളം കൊടുക്കുന്നുണ്ടല്ലോ, വഖഫായിട്ട് ബന്ധപ്പെട്ട സ്വാദ് ലാം കൊടുക്കുന്നുണ്ട്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? നിർത്താതിരിക്കലാണ് ഉത്തമം. നിർത്താതിരിക്കാനൊക്കെ പറ്റുമെങ്കിലും നല്ലതെന്താണ്? ചേർത്ത് ഓതലാണ്. ഇനി അവിടെ നിർത്തണ്ടല്ലോ തൽക്കാലം, വലിയ പ്രത്യേകിച്ച് ശാസ്ത്രത്തിൻ്റെ പ്രശ്നം വരത്തില്ല അവിടെ. ഇനി ലൗ യു ആഹിദുഹും, ആ യു ആഹിദുഹും എന്നുള്ളടത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, യുവാഹിദുഹു അല്ല, ഹംസയാണ്. യുവാ അല്ല, യു ആണ്. വാവിന് മുകളിൽ ഹംസ ഇട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അലിഫ് യാ വാവ് എന്നീ അക്ഷരങ്ങളുടെ മുകളിലോ താഴെ ആയിട്ടൊക്കെ ഹംസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അക്ഷരം പിന്നെ എന്തായിട്ട് മാറും? ഹംസയായിട്ട് മാറും. അപ്പം യുവാഹിദുഹു എന്ന് ഓതരുത്, യു ആ. ഇനി ഈ ഹംസയിൽ എന്തുണ്ട്? ഹുറൂഫുൽ മദ്. ഏത് മദ്ദാണ് ഉള്ളത് ഇവിടെ? അലിഫ്. ഹുറൂഫുൽ മദ് അതാണുള്ളത്. ഏത് മദ്ദാണുള്ളത് അവിടെ? മദ് അസ്ലി. 1 അലിഫിൻ്റെ അളവ് നീട്ടണം. ഇനി ഈ നിയമത്തിൻ്റെ പേരാ കിട്ടാനുള്ളത്. യു ആഹിദുഹും ബിമ, സാക്കിനായ മീമിന് ശേഷം, സുക്കൂനുള്ള മീമിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? ബ ആണ്. അപ്പോൾ ഏതായിരിക്കും നിയമം? ഇദ്ഗാം ഷഫവിയോ? ആകെ 3 നിയമമാണുള്ളത്. അതിൽ ഇൽഹാറും അല്ല, ഇഖ്ഫാ ഷഫവിയാണ്. നമ്മൾ പ്രത്യേകം പറയുന്നതാണ്, സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും നിയമത്തിൽ ബ വന്നു കഴിഞ്ഞാൽ ഇഖ്ലാബ്, സാക്കിനായ മീമിൻ്റെ നിയമത്തിൽ ബ വന്നു കഴിഞ്ഞാൽ ഇഖ്ഫാ ഷഫവി. വ്യത്യാസം മനസ്സിലായോ? ഓക്കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ നിയമം പറയുന്നത് എങ്ങനെയാണ്? മീം സാക്കിൻ ഇഖ്ഫാ ഷഫവി, ഇത്രയേ ഉള്ളൂ. സാക്കിനായ സുക്കൂനുള്ള മീമിന് ശേഷം, സുക്കൂനുള്ള മീമിന് നമ്മൾ സാക്കിനായ മീം എന്ന് പറയുന്നത്,
സുക്കൂണിലെ മീമിന് ശേഷം ബ എന്ന് പറഞ്ഞ അക്ഷരം വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫ എന്നാണ് നിയമത്തിൻ്റെ പേര്, ഇഖ്ഫ. പിന്നെ സാക്കിനായ മീമിന് നിയമമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷഫവി എന്നുള്ള വാക്കും കൂടെ ചേർത്ത് പറയുന്നു. ഇഖ്ഫ വരുമ്പോൾ എന്ത് ചെയ്യണം? മറച്ച് മണിക്കണം. ഇവിടെ എന്താ ഇവിടെ എങ്ങനെ മണിക്കേണ്ടത്? യു ആഖിദുഹും ബി. എങ്ങനെ? യു ആഖിദുഹും ബി. അപ്പം എങ്ങനെ നിയമം പറയുന്നത്? എങ്ങനെ? മീം സാക്കിൻ ഇഖ്ഫ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ഇഖ്ഫ ഷഫവിയുടെ എത്ര അക്ഷരമായ ഇഖ്ഫ ഷഫവിയുടെ അക്ഷരമായ ബ വന്നിരിക്കുന്നു. സാക്കിനായ മീമിനെ മറച്ചു മണിച്ച് ഓതണം. ഇനി ബിമ, മീമിൽ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. ഇനി അങ്ങനെ പറഞ്ഞു പോയാൽ പോരെ? മീമിൽ മദ് അസ്ലി ഉണ്ട്, ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. കസബു, അവിടെ എന്തുണ്ട്? ബായിൽ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്, ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. ലഅജ്ജല ലഹും, അവിടെ ഒന്നും പ്രത്യേകിച്ച് നിയമങ്ങളില്ല. ലഹുമുൽ അദാബ, ഇവിടെയൊക്കെ അദാബ ദാലിൽ എന്തുണ്ട്? മദ് അസ്ലിയാണ് ഉള്ളത്. പക്ഷെ വിഷയം വരുന്നത് എന്താണ്? നമ്മൾ ഈ വാക്കിൽ നമ്മൾ നിർത്തുകയാണ്. കാരണം അവിടെ എന്ത് അടയാളം വന്നിട്ടുണ്ട്? ജീം വന്നിട്ടുണ്ട്. ജീം വന്നാൽ എന്താ ചെയ്യേണ്ടത്? നിർത്താതിരിക്കാൻ രണ്ടിനും ഒരേ സ്ഥാനം. സലാം വർക്കാത്തു. കാലങ്ങൾക്ക് ശേഷം എന്തായി? റെഡിയായോ? അപ്പോൾ ജീം വന്നു കഴിഞ്ഞാൽ നിർത്താനും നിർത്താതിരിക്കാനും പറ്റും. രണ്ടിനും ഒരേ സ്ഥാനം, പ്രത്യേകിച്ച് ഒന്നിനും എന്തില്ല, ഏറ്റവും വ്യത്യാസമൊന്നുമില്ല. തൽക്കാലം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിർത്താം. ശ്വാസം ഏകദേശം അവിടെ എത്തുമ്പോൾ തീർന്നോളൂ. അപ്പോൾ അവിടെ നിർത്തുമ്പോൾ നമ്മൾ ഈ ബായിന് എന്ത് ഹർക്കത്ത് കൊടുത്തിട്ടാണ് നിർത്തുക? ബായിന് സുക്കൂൻ കൊടുത്തിട്ടാണ് നിർത്തുക. അപ്പോൾ അവിടെ രണ്ട് നിയമങ്ങൾ എക്സ്ട്രാ വരും. ഒന്ന്, ബായിന് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ എന്ത് നിയമമാണുള്ളത്? കൽക്കലയുടെ നിയമമുണ്ട്. അറബിയിൽ 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ അമർത്തി വെച്ചിരിക്കണം. ആ നിയമത്തിൻ്റെ പേര് കൽക്കല, അല്ലേ? ആ 5 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ബ, ജീം, ദാൽ. ഇപ്പം ഇവിടെ വഖഫിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സുക്കൂൻ കൊടുക്കുമ്പോൾ കൽക്കലയുടെ നിയമം വരുന്നു. ഇതാണ് ഒരു നിയമം. അതേപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് ദാലിലെ മദ് അസ്ലിയ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തായി മാറി? ആ മദ് അസ്ലി മദ് ഫറഇയായി മാറി. എന്തുകൊണ്ട് മദ് ഫറഇയായി മാറി? ഹുറൂഫുൽ മദ്ദിന് ശേഷം സുക്കൂൻ വരുന്നു. വഖഫിൻ്റെ പേരിൽ സുക്കൂൻ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന മദ്ദിന് നിങ്ങൾ ഞാൻ എല്ലാ സമയത്തുള്ള മദ്ദിൻ്റെ ക്ലാസ് പഠിച്ചതല്ലേ? മദ് ആരിൽ. മദ് ആരിൽ. എന്തുകൊണ്ട് മദ് ആരിൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു? ആരിൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? താൽക്കാലികം. ആരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികം, പെർമനൻ്റ് അല്ല, ആരിൽ. ഇപ്പം ഇവിടെ എന്ത് ചെയ്യാണ്? എപ്പോഴും ഇവിടെ മദ് ഉണ്ടാവുമോ? ഇല്ല. വഖഫ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ മദ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എങ്ങനെ നിർത്തണം? ലഹുമുൽ അദാബ്, നീട്ടും ചെയ്യണം, അവസാനം കൽക്കലും ചെയ്യണം. ലഹുമുൽ അദാബ്. അവിടെ വരെ നോക്കി വെക്കാം. وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب. لعجل കുറേ ലാമുണ്ട്. لعجل لهم. ഒന്നും കൂടെ. وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب. ഒന്നുകൂടി. وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب. മണിക്കുന്നതിൽ ആരൊക്കെ പിശുക്ക് കാണിക്കുന്നുണ്ടല്ലോ? എവിടെ മണിക്കുന്നതിലാണ്? ആഹിദുഹും ബി. അവിടെ നല്ലപോലെ മണിച്ചുകൊണ്ടി. ആരാ ഫസ്റ്റ് ഒന്ന് ഓതുക? തുടങ്ങിക്കോളി. ഗഫൂറും അല്ല, ഗായല്ല. ഒന്നുകൂടെ. റബ്ബുക്കൽ ദുർറഹ്മ അല്ല, ദുർറഹ്മ. റായിന് ശബ്ദമുണ്ട്. ദുർറഹ്മതി. ദുർറഹ്മതി അല്ല, ദുർറ. ദുർറഹ്മതി. വറബ്ബുക്കൽ ഗഫൂറു ദുർറഹ്മതി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഷദ്ദില്ലാതെ പറഞ്ഞു നോക്കി റായിനെ. അല്ലേ ചേർത്ത്? ഇപ്പം നിങ്ങൾ ഷദ്ദില്ലാതെ പറഞ്ഞു, നീ ഷദ്ദോട് കൂടി പറഞ്ഞു നോക്കിയേ. അങ്ങനെയാണ് കേട്ടത്. ദുർറഹ്മയാണ്. അവിടെ കുറച്ച് സമയം എടുക്കണം.
ലാമിൽ ഷദ്ദില്ല, ലൗ യു ആഖിദു എന്നുള്ളൂ. രണ്ട് സ്ഥലത്ത് ശ്രദ്ധിക്കണം. റായിൽ ഷദ് ഉണ്ട്, പിന്നെ ലാമിൽ ഷദ്ദില്ല. ദുർറഹ്മത്തില്ല എന്നില്ല, ദുർറഹ്മത്തി ലൗ യു ആഖിദുഹും. ഓക്കെ, അടുത്ത وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب. اوكي ان شاء الله. وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب. اوكي اسوها. اوكي موديكم. بسم الله الرحمن الرحيم. وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب. നിർത്താനുവാദം ഉണ്ടോ? കുഴപ്പമില്ല. ഞാനൊക്കെ സാധനം നിർത്തിയ ഓതല് അവിടെ. നിങ്ങൾ ആ ഖുർആനിൽ എന്താ അടയാളം കൊടുത്തിരിക്കുന്നത്? അവിടെ ആ അടയാളം ആയിരിക്കത്തില്ലല്ലോ, ത്വായല്ലേ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പഠിച്ച ഖുർആനിൽ വേറെ അടയാളമാണ്, അവിടെ നമ്മൾ നിർത്തിയാ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നിർത്തുന്നതിന് കുഴപ്പമില്ല. ആ അർത്ഥം ഏകദേശം പൂർത്തിയാകുന്നുണ്ട്. ലൗ അത്രയില്ല, ലൗ യു ആഖിദു لو يؤاخذهم بما كسبوا عجل كسبوا لعجل لهم العذاب. ഇവിടെ മണിക്കുന്നതിൽ വിഷു കാണിക്കണ്ട. ലഹും ലൗ യുആഖിദുഹും ബി لو يؤاخذهم يؤاخذهم بما كسبوا لعجل لهم العذاب. اوكي. وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب. عذاب എന്നില്ല, അദാബ് അദാബ് എന്നില്ല. وربك الغفور പുള്ളിയുള്ള അക്ഷരല്ലേ, അത് എന്ന് പറയാം. ربك الغفور ذو الرحمة لو يؤاخذهم بما മണിക്കണം. يؤاخذهم بي لو يؤاخذهم بي لو يؤاخذهم بما كسبوا لعجل لهم العذاب. ഇവിടെ ജസ്റ്റ് നോക്കിയേ. وربك الغفور ذو الرحمة ചേർത്ത് ഒതുക്കി, ഇവിടെ നിർത്താതെ ഈ ഗഫൂറിനെ ചേർത്ത് നോക്കി. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഗഫൂറുദ്ദു എന്നില്ല, ഇവിടെ ദാലിന് ഷദ്ദില്ല, കട്ടിക്കൂട്ടാണ് സാധനം ഇല്ല. നമ്മൾ സിമ്പിളായിട്ട് പറയണം. വറബ്ബുക്കൽ ഗഫൂറുദു റുദു ആണ്, റുദ്ദു എന്ന് പറയരുത്. ദുർറഹ്മ, ഇവിടെ ഷദ്ദുണ്ട്, റായിൽ ഷദ്ദുണ്ട്. ദുർറഹ്മ എന്ന് പറയണം, പക്ഷേ ഗഫൂറുദ്ദു എന്ന് പറയരുത്. ഗഫൂറു ദുർറഹ്മാൻ. ഒരു സ്ഥലത്ത് ദുർറഹ്മ എന്ന് പ്രാക്ടീസ് ചെയ്യണം. ദുർറഹ്മ. റഹ്മത്ത് അങ്ങനെ നിർത്താം, റഹ്മത്ത് നിർത്തൂ. റഹ്മ. وربك الغفور ذو الرحمة റഹ്മ ഹായായിട്ട് നിർത്തും. നിർത്തുകയാണെങ്കിൽ وربك الغفور ذو الرحمة لو يؤاخذهم
لو يؤاخذهم بما كسبوا لعجل لهم العذاب ലൗ യു ആഖിദ് ഒന്നും കൂടെ ي- ലൗ ലൗ യു لو يؤاخذهم بما كسبوا കസ്വബു ഇല്ല സീനല്ലേ لو يؤاخذهم بما كسبوا ഇപ്പോഴും നല്ല കസ്വബു എന്ന് പറയുന്നുണ്ട് സ്വാദായി പോകുന്നുണ്ട് കസ لو يؤاخذهم بما كسبوا അവിടെ لعجل لهم കസബൂലെ ബായിൽ ഏത് മദ്ദ كسبوا متصل മദ്ദാസിൽ എത്ര അരിഫ് വന്നിട്ട് കസബൂന്നായി പോയി കസബൂല അജ്ജല بما كسبوا لعجل لهم ഇത് നിങ്ങൾ സ്വന്തം ഖുർആനാണോ لا കസബൂലി പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പം രണ്ടാമത് ഇപ്പം സ്വാദായി പോയി അല്ലേ ഇന്നലെ ഈ സീന് സ്വാദായി പോകുന്നുണ്ട് കസബു ആണ് കസ്വബു ഇല്ല وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب. ഓക്കെ നോക്കിക്കോളെ وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب ലഅജ്ജല لعجل لهم ലഉമില്ലല്ലോ ലാമ കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാ ഹായാണ് ഹ ലഹു ആണ് ലഉ അല്ല لعجل لهم العذاب ഒന്നും കൂടെ لعجل لهم العذاب ലഹ്മു അല്ല ലഹു ലഹു ഹായുടെ ലമ്മാണ് وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب ലഅജ്ജല لهم العذاب എന്ത് വ്യത്യാസം നേരത്തെ ഒരു ഹായിൻ്റെ സൗണ്ട് വന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയുടെ പൊറോട്ടയിൽ എന്ത് തോന്നുന്നുണ്ട് അടുത്തത് ഇനി ബല്ലഹും ബല്ലഹും അവിടെ അടുത്ത ചിന്തയും നിയമമുണ്ടോ എന്താണ് രണ്ട് ലാമ അടുപ്പിച്ചതിനെ കൊണ്ട് ഇദ്ഗാം ചെയ്തു നമ്മൾ മുമ്പ് ഏറ്റവും ഇദ്ഗാമിൻ്റെ കാര്യം പറഞ്ഞതാണ് ഇത് ഇദ്ഗാം മുത്തമാസിലൈൻ ഓർമ്മയുണ്ടോ വേണ്ട മുത്തമാസിലൈൻ മുത്തജാനിസൈൻ മുത്തഖാരിബീനൊക്കെ പറഞ്ഞ തൽക്കാലം വേണ്ട ഇവിടെ നമ്മൾ നേരത്തെ അധ്യായത്തില് ലഅജ്ജല ലഹും എന്നുള്ളത് ലഅജ്ജൽ ലഹും എന്നുള്ള ഓത്തുണ്ട്. ഉണ്ടാവും മറ്റേ കാത്തനുസരിച്ച് ഉണ്ടാവും രണ്ട് ലാമ അടുപ്പിച്ചത് നമ്മൾ പറഞ്ഞിരുന്ന അടിസ്ഥാന നിയമം എന്തായിരുന്നു ഒരുമിശരിയും ആയത്തക്ഷരത്തിന് സുക്കൂനും കൂടെ ആവണം അപ്പോഴാണ് എന്താകുന്നത് ഇത് നമ്മളെ ഖിറാത്തനുസരിച്ച് ഇദ്ഗാം ചെയ്യുന്നത് എന്നാൽ മറ്റ് ചില ഖിറാത്തുകളിൽ ആ അക്ഷരങ്ങൾ ഒരേപോലെ വന്നാലും മതി സുക്കൂന്നാണെന്ന് നമ്മളിപ്പോൾ ഇവിടെ വഖഫ് ചെയ്തിട്ടില്ലെങ്കിലല്ലോ അതാബ് നമ്മൾ വഖഫ് ചെയ്തില്ലെങ്കിൽ അദാബല്ലഹുന്ന അദാബല്ലഹുന്നില്ലല്ലോ എന്തിനാ അദാബല്ലഹു നോക്കിയ കാരണം അല്ല അദാബലഹും അദാബലഹും ഇത്രേ ഉള്ളൂ അദാബല്ലഹുന്നില്ല ഓക്കെ ഇനി എന്താണ് അടുത്തത് ബല്ലഹും അത് കഴിഞ്ഞ് ബല്ലഹുമിലെ അവസാനത്തെ അക്ഷരം ഏതാണ് ലഹും സാക്കിനായ മീമാണ് അതിനുശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ മീം ഏതായിരിക്കും നിയമം ഇദ്ഗാം ഷഫബി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇഖ്ഫാ ഷഫബി വന്നു ഇദ്ഗാം ഷഫബി വന്നു ഇനി എന്ത് നിയമം ബാക്കിയുള്ളത് സാക്കിനായ മീമുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ഹാർ ഷഫബി അത് എപ്പോഴും വരുന്നതാണ് നമുക്ക് അത് കുറഞ്ഞായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ സാക്കിനായ മീമിന് ശേഷം നേരത്തെ നമ്മൾ പറഞ്ഞത് സാക്കിനായ മീമിന് ശേഷം ഏതക്ഷരം വരുമ്പോഴാണ് ഇഖ്ഫാ ഷഫബി എന്ന് പറഞ്ഞിരുന്നത് ബാ വരുമ്പോൾ ഇനിയോ ഇപ്പോൾ വന്നിരിക്കുന്നതോ സാക്കിനായ മീമിന് ശേഷം എന്ത് വന്നിട്ടുണ്ട് മീം വന്നിട്ടുണ്ട് അപ്പോൾ നിയമത്തിൻ്റെ പേര് ഇദ്ഗാം ഷഫബി എന്താ ചെയ്യേണ്ടത് മണിച്ചു കൂട്ടിച്ചേർക്കണം എങ്ങനെ മണിച്ചു കൂട്ടിച്ചേർക്കുക ഹുമ്മ എങ്ങനെയാ ഹുമ്മ ഈ ബാ മീം അല്ലാത്ത ഏതക്ഷരം സാക്കിനായ മീമിന് ശേഷം വന്നാലും ഇൽഹാർ ഷഫവി മണിക്കാതെ വ്യക്തമാക്കി ഓതണം ഇനി ബല്ലഹും മൗഇദുൻ മൗഇദുൻ എന്നിടത്ത് അവിടെയും ദാലിന് എന്ത് വന്നിട്ടുണ്ട് ദാലിന് ഏത് ഹർക്കത്താണ് വന്നിരിക്കുന്നത് ഇരട്ട ലം തൻവീൻ വന്നിട്ടുണ്ട് അല്ലേ അതിനുശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ ലാമ് എന്തായിരിക്കും നിയമം തന്നിന് ശേഷം ലാമ് വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന ഓക്കെ ഒരാളെ പറയുന്നുണ്ടല്ലോ സാക്കിനായ നൂനോ തൻവീനോ ശേഷം ലാം ഒറ ഈ രണ്ട് അക്ഷരങ്ങൾ ഏതെങ്കിലും അക്ഷരം വന്നു കഴിഞ്ഞാൽ എന്താ നിയമത്തിൻ്റെ പേര് ഇദ്ഗാം ബിലാഗുന്ന ഇദ്ഗാം വന്നാൽ സാധാരണ എന്താ ചെയ്യൽ കൂട്ടിച്ചേർക്കും ബിലാഗുന്ന ആകുമ്പം മണിക്കാതെ അപ്പോൾ ഇദ്ഗാം ബിലാഗുന്ന മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം മണിക്കാതെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് സാക്കിനായ നൂവിൻ്റെയോ തൻവീൻ്റെയോ സൗണ്ട് അല്പം പോലും വരാൻ പാടില്ല ഇപ്പം ഇവിടെ എങ്ങനെ ഓതാൻ പാടില്ല ദുൻ ല എന്ന് ഓതരുത് പിന്നെ ദുല്ല
ദുല്ല എന്ന് വേണം കിട്ടാൻ. മൗഇദുല്ല എങ്ങനെ ഓതാൻ പാടില്ല? മൗഇദുല്ല എന്ന് ഓതരുത്, ദുല്ല. ആ തൻവീൻ്റെ സൗണ്ടേ കേൾക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ഒന്ന് നിയമം പറഞ്ഞു നോക്കാം. എങ്ങനെ നിയമം പറയാം ഇവിടെ? ദാൽ ദാൽ സുക്കൂനോ? ദാൽ തൻവീൻ ഇദ്ഗാമും ബിലാഗുന്ന. തൻവീനു ശേഷം ഇദ്ഗാം ബിലാഗുന്നയുടെ 2 അക്ഷരങ്ങളിൽപ്പെട്ട ലാം വന്നിരിക്കുന്നു. തൻവീനിനെ വ്യക്തമാക്കാതെ അരച്ച് കലക്കി മണിക്കാതെ കൂട്ടിച്ചേർക്കണം. മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. ദുല്ല. ഇനി അതേപോലെ ഇനി അടുത്ത നിയമം. കുറേ നിയമം അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട്. ഇനി മൗഇദുല്ല ഒരെത്തി നമ്മളെത്തി. അത് തൊട്ടടുത്ത് വരുന്ന നിയമം ഏതാ? സാക്കിനായ നൂന് ശേഷം യാ വന്നിട്ടുണ്ട്. എന്താ നിയമം? ഇദ്ഗാമും ബിഗുന്ന. നേരത്തെ നമ്മൾ ഇദ്ഗാം ബിലാഗുന്ന പറഞ്ഞത്, നേരെ ഓപ്പോസിറ്റ്. എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടിച്ചേർക്കേണ്ട നിയമം. ഇദ്ഗാം ബിഗുന്നക്കുള്ള എത്ര അക്ഷരങ്ങളുണ്ട്? ഏതൊക്കെയാ? 5 4 യൗമു. യാ വാവ് മീം നൂൻ. യാ വാവ് മീം നൂൻ. അപ്പോൾ സാക്കിനായ നൂനോ തൻവീനോ ശേഷം യാ വാവ് മീം നൂനിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം വന്നു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ പേര് ഇദ്ഗാമും ബിഗുന്ന. എന്താ ചെയ്യേണ്ടത്? മണിച്ചു കൂട്ടിച്ചേർക്കണം. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് മണിച്ചു കൂട്ടിച്ചേർക്കേണ്ടത്? ലയ്യ. എങ്ങനെയാണ്? ലയ്യ. മണിച്ചു കൂട്ടിച്ചേർക്കണം. അത് ഇഖ്ഫാ മറച്ച് മണിക്കൽ. ലയിപ്പിക്കൽ നമ്മൾ പറയലില്ല. നിങ്ങൾ ലയിപ്പിക്കുന്നതോട് ഉദ്ദേശിക്കുന്നത് ഇതിനെ കൂട്ടിച്ചേർക്കലായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലയ്യ എന്ന് ഓതണം. അപ്പം എങ്ങനെ? മൗഇദുല്ലയ്യ. എങ്ങനെയാ? മൗഇദുല്ലയ്യ. ദാലിൽ എന്ത് ചെയ്യണം? മൗഇദുല്ല മണിക്കാതെ കൂട്ടിച്ചേർക്കണം. ലയ്യയിൽ മണിച്ചു കൂട്ടിച്ചേർക്കണം. ഓക്കെ, ഇനി യജിദു. യജിദൂടെ അവിടെ ദാലിന് എന്തുണ്ട്? എന്ത് മദ്ദാ ഉള്ളത്? മദ് അസ്ലി. ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. ഇനി മീദൂനിഹി. മീദൂനിഹിയിൽ എന്താ നിയമം? സാക്കിനായ നൂൻ ശേഷം ദാലു വന്നു. എത്ര? 15 അക്ഷരങ്ങളുടെ നിയമമാണ്. അങ്ങനെയാണ് നിയമം പറയല്. നൂൻ സാക്കിൻ ഇഖ്ഫാ. ഇഖ്ഫാ. സാക്കിനായ നൂൻ ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ദാലു വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ മറിച്ച് മണിക്കാം. മറിക്കൽ എവിടെയാണ് നമുക്ക് സംഭവിക്കുന്നത്? ഏത് നിയമത്തിലാണ് മറിക്കൽ നടക്കുന്നത്? ഇഖ്ലാബിലാണ്. കാരണം എന്താ? സാക്കിനായ നൂൻ തൻവീനെ അവിടെ മീമാക്കി മറിക്കുന്നുണ്ട്. ഇവിടെ മറിക്കണ്ട, എന്ത് ചെയ്താൽ മതി? മറച്ചാൽ മതി. നൂനിനെ പൂർണ്ണമായിട്ട് ഉച്ചരിക്കാതെ മറച്ച് പിടിച്ച് മണിക്കണം. എങ്ങനെയാ? മിമ്മല്ല, മീദൂനി. ഓക്കെ, ആ ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങൾ പറയാൻ ആണായിട്ട് പറഞ്ഞാൽ അറിയുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇനി ആ 15 അക്ഷരങ്ങൾ ഓർഡറായിട്ട് പറയാൻ പറ്റുന്ന അറിയുന്നുണ്ടോ? അതല്ല എന്ന് പറയുന്നതല്ല, അങ്ങനെ പറയാം. അതെ, 15 അക്ഷരങ്ങൾ കൃത്യമായിട്ട് ഓർഡറിൽ പറയാൻ പറ്റുന്ന ആരെങ്കിലും കാണാതെ. ഓക്കെ, ഇന്ന് പറയണ്ട, അടുത്ത ആഴ്ച പറയണം. ഓക്കെ ഓക്കെ. അപ്പോൾ ആ നിയമം കഴിഞ്ഞു. ഇനി ദൂനിഹി. ദൂനിഹി എന്നതിലെ ദാലിൽ നോക്കിയത് ഏത് മദ്ദാ ഉള്ളത്? മദ്ദ അസ്ലി അല്ലേ? ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. അവിടെ ഏത് ഹുറൂഫുൽ മദ്ദ വന്നിരിക്കുന്നത്? ദാലില്. അങ്ങനെ അല്ലാ, അത് എനിക്ക് അതിൽ കേട്ട് മരിക്കണമെന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് കേട്ടിട്ട്. ദൊമ്മിന് ശേഷമുള്ള സുക്കൂണുള്ള വാവ് എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത് ചോദിക്കും, ഔ എന്ന് പറയുമ്പോൾ എവിടെയാണ് ഹുറൂഫുൽ മദ് എന്ന് ചോദിക്കും. അപ്പം എങ്ങനെ തന്നെ പറയണം? ലമ്മിന് ശേഷമുള്ള സുക്കൂണുള്ള വാവ്, അതാണ് ഹുറൂഫുൽ മദ് ഇവിടെ. ഇനി അടുത്തത് മിൻ ദൂനിഹി. അവിടെ ഹാ നോക്കിയേ. ഹായിൽ എന്തെങ്കിലും ഹുറൂഫുൽ മദ് ഉണ്ടോ? മദ് അസ്ലി ഉണ്ട്. ഇവിടെ നമ്മൾ മുമ്പൊരു നിയമം പറഞ്ഞിരുന്നു, അടിസ്ഥാന നിയമം പറഞ്ഞിരുന്നു. ഇതേപോലെ വാക്കുകളുടെ അവസാനം വരുന്ന ഹായിന് ലമീറിൻ്റെ ഹാ എന്ന് പറയും. ആ ഹായിനെ ചില സമയങ്ങളിൽ നീട്ടും, ചില സമയങ്ങളിൽ നീട്ടാതെ ഓതും. നീട്ടാനുള്ള മാനദണ്ഡം എന്താണ്? ആ ഹായിൻ്റെ മുമ്പും ശേഷവും 2 അക്ഷരങ്ങളും, തൊട്ട് മുമ്പുള്ള അക്ഷരവും തൊട്ട് ശേഷമുള്ള അക്ഷരവും എന്തായിരിക്കണം? ഹർക്കത്തായിരിക്കണം, സുക്കൂനാകാൻ പാടില്ല.
ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതേപോലെ വാക്കുകളിൽ അവസാനം വരുന്ന ഹ, ആ ഹ ഇനി ലമീറിൻ്റെ ഹ എന്നാ പറയുക. എന്തുകൊണ്ട് ലമീറിൻ്റെ ഹ എന്ന് ഇപ്പോൾ തൽക്കാലം നമ്മൾ നോക്കണ്ട. ഇങ്ങനത്തെ ഇവിടെ അറബിയുടെ ക്ലാസ് ഉണ്ട് തുടങ്ങി എന്ന് പറഞ്ഞ് ആ ക്ലാസ്സിൽ വന്നാൽ മനസ്സിലാകും എന്തുകൊണ്ട് ഹ എന്ന് പറഞ്ഞു. ലമീർ ഇനി അത് പറയാം. അത് എന്തായാലും ചോദിച്ച് നമ്മൾ അവൻ ഇവൻ എന്നൊക്കെ പറയൂലേ. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഈ ഗ്ലാസിനെ കുറിച്ച് പറയാൻ തുടങ്ങാൻ വിചാരിച്ചോ, ഈ ഗ്ലാസ് വലുതാണ്, പിന്നെ നമ്മൾ അതെന്ന് അതിനെക്കുറിച്ച് പറയുള്ളൂ, ആ ഗ്ലാസ് എന്ന് പറയത്തില്ല. ഇതേപോലെ അറബിയിൽ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു സാധനത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം പിന്നെ അത് അവൻ എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ് ലമീർ എന്ന് പറയാം. ഇവിടെ മിൻ ദൂനിഹി അവനെ കൂടാതെ എന്നാണ് അർത്ഥം. അപ്പോൾ ആ അവനുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹ വന്നിരിക്കുന്നത്. തൽക്കാലത്ത് മനസ്സിലാക്കുക, ലമീറിൻ്റെ ഹ ആണ് ഈ വാക്കുകളുടെ അവസാനം വരുന്ന ഹ. എല്ലാ ഹാവും അല്ല, ലമീറിൻ്റെ ഹ. അതിൽ നീട്ടാനുള്ള അവസ്ഥയുണ്ട്, നീട്ടാതിരിക്കാനുള്ള അവസ്ഥയുണ്ട്. നീട്ടാനുള്ള അവസ്ഥ എപ്പോഴാണ് വരിക? ആ ഹ ഇന് തൊട്ട് മുമ്പും തൊട്ട് ശേഷമുള്ള അക്ഷരം, ഈ രണ്ട് അക്ഷരങ്ങൾ എന്തായിരിക്കണം? ഹർക്കത്തായിരിക്കണം. പക്ഷേ സുക്കൂനാകാൻ പാടില്ല. ഏതെങ്കിലും ഒന്ന് സുക്കൂനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീട്ടാൻ പാടില്ല. ഇവിടെ നോക്കിയാൽ മിന്ദൂനിഹി എന്ന് പറയുമ്പോൾ ഹായിന് മുമ്പ് ശേഷമുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മിന്ദൂനിഹിയിലെ നൂനിന് കസർ വന്നു, ശേഷമുള്ള മീമിന് ഫതഹും വന്നു. രണ്ട് സ്ഥലത്തും എന്തുണ്ട്? ഹർക്കത്ത് വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ഹായിനെ ഇവിടെ ഒരു അലിഫ് നീട്ടി ഓതിയത്. ഓക്കെ, മിന്ദൂനിഹി അവിടെ നീട്ടണം. ഇതാണ് നിയമം. ചില ഖുർആനുകളിൽ ഈ ചെറിയ യാ ഇട്ട് കൊടുക്കത്തില്ല. ആ ഇട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നിയമം മനസ്സിലുള്ള ആൾക്ക് എന്ത് ചെയ്യാം? ഓട്ടോമാറ്റിക്കായി നീട്ടി ഓതും. അപ്പോൾ അത് നീട്ടാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെറിയ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചൂല്ലേ, അപ്പോൾ ഇതിൻ്റെ വലിയ ആയിട്ടാ പോരെ? വലിയ ഖുർആൻ്റെ എഴുത്തിലില്ല. മനസ്സിലായില്ലേ? ഖുർആൻ്റെ എഴുത്തിൽ നമുക്ക് വെറുതെ എഴുതി ചേർക്കാൻ പറ്റത്തില്ലല്ലോ. എങ്ങനെയാണോ ആദ്യകാലത്ത് എഴുതിയിട്ട് അതേപോലെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ചെറിയ ആയിട്ടിരിക്കുന്നത്. ഇവിടെ നീട്ടി ഓതണം, നീട്ടാതെ പോകല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഹായുള്ള മദ് ഏത് മദ്ദാണ്? മദ് അസ്ലിയാണ്. എത്ര ലൈഫ് നീട്ടണം? ഇവിടെ മദ് അസ്ലി എന്ന് പറഞ്ഞല്ലോ. ഏത് ഹുറൂഫുൽ മദ്ദാ വന്നിരിക്കുന്നത്? ആലോചിച്ചുത്തരം പറയാം. കസറിന് ശേഷം എന്തോന്നുണ്ട്? കസറിന് ശേഷമുള്ള സുക്കൂൺലയ. അതാണ് ഇവിടെ ഹുറൂഫുൽ മദ്ദായിട്ട് വന്നിരിക്കുന്നത്. ഇനി മൗഇല എന്നുള്ളിടത്തുള്ള ഹംസ നോക്കിയേ. ആ ഹംസ എവിടെ വന്നിരിക്കുന്നത്? യാഇന് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു നിർത്തിയാണ്. അലിഫ്, വാവ്, യാ ഈ മൂന്ന് അക്ഷരങ്ങളുടെ മുകളിലോ താഴെയായിട്ട് ഹംസ വന്നു കഴിഞ്ഞാൽ പിന്നെ അക്ഷരം ഹംസ ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, ഇവിടെ യാ ആയിട്ട് കണക്കാക്കരുത്. മൗഇലൻ എന്നാണ്. മൗഇലൻ ഇവിടെ നമ്മൾ ഈ വാക്കിൽ നിർത്താൻ ഉദ്ദേശിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇരട്ട ഫതഹ് വന്നു കഴിഞ്ഞാൽ വഖഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു അലിഫിൻ്റെ അളവ് നീട്ടി മൗഇല എന്ന് നിർത്തണം. മൗഇല. ഓക്കെ, നമുക്ക് അവിടം വരെ ശരിയാക്കാം. ബല്ലഹു മുതൽ അല്ലേ? ബല്ലഹും മൗഇദുൻ ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇല. മണിക്കേണ്ട എവിടേക്കാണ്, മണിക്കാത്ത എവിടേക്കാണ് ശ്രദ്ധിച്ചിട്ടോ. ബല്ലഹും മൗഇദുൻ ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇല. ഒന്നുകൂടെ. ബല്ലഹും മൗഇദുൻ ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇല. ഓക്കെ, നിങ്ങൾ തുടങ്ങിക്കോളി. ഏത് മദ് അസ്ലി? മൗഇല ഒരു അലിഫിന് നമ്മൾ ഇരട്ട ഫതഹുള്ള സ്ഥലത്ത് നിർത്തുമ്പോൾ ഒരു അലിഫിൻ്റെ അളവ് നീട്ടി നിർത്തണം. ആ മദ്യ അഴിവലാണത്. ഞാൻ കേട്ടില്ല, ഓദ്യം കേട്ടില്ല. ബല്ലഹും മൗഇദുൻ ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇല. ഓക്കെ, നോക്കിക്കോളൂ. ബല്ലഹും മൗഇദുൻ ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇല. ഓക്കെ, മാഷാ അല്ലാഹ്. ബല്ലഹും മൗഇദുൻ ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇല. രണ്ട് സ്ഥലത്ത് ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ഒതുക്കി, ഇവിടെ മുതൽ ഒതുക്കിയേ. അവിടെ അത്രയും കട്ടി കൂട്ടരുത്. മൗഇദുല്ല എന്നില്ല, മൗഇദുല്ല ദുല്ല അത്രേ ഉള്ളൂ. മൗഇദുല്ല ഇവിടെയാണ് മണിക്കേണ്ടത്. മൗഇദുല്ല എന്ന് അത്രയും കട്ടി കൂട്ടരുത്.
മൗഇദുല്ല അവിടെ നിർത്താൻ ഒതുക്കൂടി മൗഇദുല്ല അത്ര മൗഇദുല്ലയ്യജിദു ലയ്യജിദു ഇവിടെ മണിക്കണം മൗഇദുല്ലയ്യ മൗഇദുല്ലയ്യജിദു ഇവിടെയാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് യജിദൂന്ന് കുറേ നീട്ടാൻ പാടില്ല, ഒറ്റ അലിഫ് നീട്ടിയാൽ മതി, അതായത് ജസ്റ്റ് നീട്ടിയാൽ മതി. യജിദൂ മിൻ എത്രയേ ഉള്ളൂ, യജിദൂ മിനില്ല യജിദൂ മിൻ ദൂനി യജിദു മിൻ ദൂനി മൗഇദുല്ല 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 യജിദു ലയ്യ അവിടെ മണിക്കണം മൗഇദുല്ലയ്യജിദു മിൻ ദൂനിഹി മൗഇല. ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായോ? നിങ്ങൾ സമയം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ദുല്ല അത്രയും സമയം എന്ത് ചെയ്യരുത്, എടുക്കരുത്. ദുല്ല അത്രയും സമയം എടുക്കാവൂ. മൗഇദുല്ലയ്യ മൗഇദുല്ലയ്യ ദുല്ല എന്ന് അത്രയും സമയം എടുക്കരുതെന്നാണ് പറഞ്ഞത്. മൗഇദുല്ലയ്യ ലയ്യ അത്ര. അതുപോലെ തന്നെ യജിദൂല് കുറേ നീട്ടരുത്, യജിദു ഒറ്റ ലിഫ് നീട്ടി നീട്ടും. ഇല്ല എന്നാണ് നിർത്തുക അവിടെ. മൂപ്പരെല്ലാ കേട്ടപ്പോൾ നിങ്ങളെ അതിമ കൂടിയോ? ബല്ലഹും മൗഇദുൻ ലൻ യജിദു മിൻ ദൂനിഹി മൗഇല. ഒരു ലിഫ് നീട്ടി മൗഇല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബല്ലഹും മൗഇദുൻ ല അല്ല മൗഇദുല്ല ദുല്ല ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂടി ചേർക്കണം. ലൻ അവിടെ മണിക്കണം. അങ്ങനെയൊന്നും ഓതി ഞാൻ പെടുത്തില്ല. ഒന്നും കൂടി ലൻ അവിടെ മണിക്കണം. മൗഇദുല്ലയ്യ ലൻ യജിദു ലയ്യ നമ്മൾ മണിച്ചോളി. മിൻ ദൂനിഹി എവിടെ മണിക്കണം. ഇനി ഒന്ന് കൂടി ബല്ലഹും മണിക്കുന്നതിന് എന്ത് പിശു കാണിക്കുന്ന പൈസ മുടക്കൊന്നുമില്ലല്ലോ. ഓക്കെ മാഷാ അല്ലാഹ്. ഒന്നുകൂടെ അവിടെ മണിക്കണം. ലഹുമ്മ ലയ്യ മണിക്കുന്നതിനൊക്കെ പിശു കാണിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഈ ഭാഗം മാത്രം നോക്കി, ബല്ലഹും മാത്രം. നേരത്തെ ബല്ലഹുന്നായി പോയി. അവിടെ അത്രയും കട്ടി കൂട്ടരുത്. ബല്ല ശ്രദ്ധ എത്ര അക്ഷരത്തിന്റെ സ്ഥാനത്താണ്? 4 അക്ഷരമോ 2 അക്ഷരത്തിന്റെ സ്ഥാനത്താണ്. ബല്ല എന്നില്ല, ബല്ലഹും അത്രേ ഉള്ളൂ. ബല്ലഹും അത്രേ ഉള്ളൂ. ബല്ലഹും അല്ലാതെ ബല്ല എന്നില്ല. ഓക്കെ. ബല്ലഹും മൗഇദുൻ ലൻ യജിദു മിൻ ദൂനിഹി മൗഇല. ബല്ലഹും മൗഇദുൻ ലൻ യജിദു ആദ്യം ഓതിയപ്പം മൗഇദുൻ ല എന്ന് കേട്ട പോലെ തോന്നി. ദാലിന്റെ തൻവീൻ എന്ത് ചെയ്യരുത്, വ്യക്തമാവരുത്. കാരണം ഇത് ആംബിലാവുന്നാകുമ്പം ദുല്ലാന്ന് കേൾക്കണം, ദുൻലാന്ന് കേൾക്കരുത്. ലയ്യ മണിക്കണം. അതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞേ. ഇദ്ഗാമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ശ്രദ്ധ ഉണ്ടാകും. ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യമാണ്. ഇദ്ഗാം വരുമ്പോൾ തന്നെ ഒരു അക്ഷരത്തെ മറ്റക്ഷരത്തിൽ ചേർക്കുകയല്ലേ, അപ്പോൾ എന്തായാലും ശ്രദ്ധ വരും അവിടെ. ആ ശ്രദ്ധിനെ മണിക്കും കൂടെ ചെയ്യണം. ലയ്യ യഥാർത്ഥത്തിൽ മണിക്കാതെ നമ്മൾ ചേർക്കുമ്പോൾ എങ്ങനെ പറയുക, ലയ്യ എന്നാകുക, ലയ്യ. അപ്പോൾ അതിന് ശ്രദ്ധില്ലേ ലയ്യ എന്ന് പറയുമ്പോൾ അതിനോട് കൂടി തന്നെ നമ്മൾ മണിക്കും കൂടി ചെയ്യാണ്. ലയ്യ
ചെയ്തിട്ടാൽ മതിയായിരുന്നില്ലേ? പറഞ്ഞ ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. ബല്ലഹും മൗഇദുൻ ലൻ യജിദു മിൻ ദൂനിഹി മൗഇല. ഇൻഷാ അല്ലാഹ്. ബല്ലഹും മൗഇദുൻ ലൻ യജിദു മിൻ യജിദു മിൻ ദൂനില്ല, യജിദു ദാലൊരു അലിഫ് നീട്ടാനുണ്ട്. ബല്ലഹും മൗഇദുൻ ലൻ യജിദു മിൻ. ഇപ്പം നിങ്ങൾ എവിടെയും വേണ്ട പോലെ മണിച്ചില്ല. മണിക്കേണ്ട സ്ഥലത്ത് നല്ലപോലെ മണിച്ചോളി. ബല്ലഹും മൗഇദുൻ ലൻ യജിദു മിൻ. വ്യത്യാസം എന്താണെന്നറിയോ? യജിദു മിന്ദുനി അല്ല, യജിദു മിന്ദുനി ദാൽ നീട്ടാനുണ്ട്. ബല്ലഹും മൗഇദുൻ ലൻ യജിദു മിൻ ദൂനിഹി മൗഇല. ഒന്നും കൂടെ നോക്കി വെക്കിയാലോ? ബല്ലഹും മൗഇദുൻ ലൻ യജിദു മണിച്ചോളി നല്ലല്ലോ. യജിദു മിൻ ദൂനിഹി മൗഇല. മൗഇല അങ്ങനെ ഒറ്റയ്ക്ക് നിർത്തും. മൗഇല ഒരു നീട്ടി നിർത്തേണ്ടത്. മൗഇല. ഓക്കെ. മൗഇല അവസാനം ഹ ഇല്ല. മൗഇല. ഓക്കെ. ഓക്കെ. മൗഇല എന്നായി പോകുന്നുണ്ടോ? മൗഇല അവസാനം ഹ് എന്നായി പോരുത്. മൗഇലാഹ് എന്നില്ല, മൗഇല. ആയത്തൊന്ന് ഫുള്ളായിട്ട് ഓതി നോക്കാം നമുക്ക്. ഓക്കെ, കൂടത്തി ഓതിക്കോളി. وَرَبُّكَ الْغَفُورُ ذُو الرَّحْمَةِ لَوْ يُؤَاخِذُهُم بِمَا كَسَبُوا لَعَجَّلَ لَهُمُ الْعَذَابَ بَل لَّهُم مَّوْعِدٌ لَّن يَجِدُوا مِن دُونِهِ مَوْئِلًا. ഒന്നും കൂടി. وَرَبُّكَ الْغَفُورُ ذُو الرَّحْمَةِ لَوْ يُؤَاخِذُهُم بِمَا كسبوا لعجل لهم العذاب بل لهم موعد لن يجدوا من دونه موئلا. നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, സ്വന്തം ഖുർആൻ കൊണ്ടുവരികയാണെങ്കിൽ വലിയ ഉപകാരം. കാരണം ഈ തെറ്റുകൾ നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും ആവർത്തി ചോദിക്കുന്ന തെറ്റുകളാണ്. നമ്മൾ വരയിട്ടാലേ അത് ഓർമ്മ വരുള്ളൂ പിന്നീട് ഓതുമ്പോൾ. ഇനി അടുത്തത് വതിൽക്കൽ ഖുറ. വതിൽക്കൽ ഖുറ. വതിൽക്കയിൽ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. അൽ ഖുറ എന്നുള്ളതിൽ റായിൻ്റെ നിയമമില്ലേ? എന്താ ചെയ്യേണ്ടത്? റായിനെ കനപ്പിക്കണം. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കേൾക്കേണ്ടത്. ഖുറ എന്ന് പറയുമ്പോൾ അവിടെ ഹുറൂഫുൽ മദ് ഉണ്ട് അല്ലേ? ഏത് ഹുറൂഫുൽ മദ് അവിടെ ഉള്ളത്? അലിഫ്. അല്ലാഹ്, ഞാൻ എന്താ സന്തോഷിച്ച് തുള്ളിച്ചാടാൻ നിൽക്കുമ്പോഴാണ് ഇനി അവസരം വരും. ഇൻഷാ അല്ലാഹ്. ഫതഹിന് ശേഷമുള്ള അലിഫാണ് ഇവിടെ ഹുറൂഫുൽ മദ് വന്നിരിക്കുന്നത്. പക്ഷെ അലിഫ് ഏത് രൂപത്തിൽ വന്നെന്ന് മാത്രം, യായിൻ്റെ രൂപം. നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, ഈ അലിഫ് ചില സമയങ്ങളിൽ എഴുത്തിൻ്റെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യും? യായിൻ്റെ രൂപത്തിൽ വരുമെന്ന് മാത്രം. ഇവിടെ ഫതഹിന് ശേഷമുള്ള അലിഫാണ് ഹുറൂഫുൽ മദ്ദായിട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം തൊട്ടടുത്ത് എന്താ വന്നിട്ടുള്ളത്? ഹംസ വന്നിട്ടുണ്ട്. ഏത് മദ്ദായിരിക്കും ഇവിടെ മദ് അസ്ലി അല്ലേ? ആദ്യം മദ് അസ്ലി ഫറഈ നമുക്ക് തീരുമാനിക്കാം. മദ് ഫറഈ. മദ് ഫറഈൽ തന്നെ പിന്നെ ഏതാണ്? മദ് മുൻഫസിൽ. എന്തുകൊണ്ട് മുൻഫസിൽ? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നെക്സ്റ്റ് പദത്തിൽ വന്നതുകൊണ്ട്. ഓക്കെ, അടുത്ത പദത്തിൽ വന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് നീട്ടിയാൽ പറ, കുറച്ചധികം നീട്ടണം. എങ്ങനെ? ഖുറാ. അങ്ങനെ ഖുറാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മദ് മുത്തസിലിനെയും മുൻഫസിലിനെയും ചില പോയിന്റുകൾ പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ഇത് ഓർമ്മയുണ്ടോ? പറയാൻ പറ്റുമോ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മദ്ദിൻ്റെ വിഭാഗങ്ങളൊക്കെ പഠിച്ച സ്ഥിതിക്ക് മദ് മുത്തസിലും മദ് മുൻഫസിലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത്ര കേട്ടാൽ മതി. മദ് മുത്തസിലും മുൻഫസിലും കൂടുതൽ സ്ഥാനായിരിക്കുക മുത്തസിലിനാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ എവിടെ വരിക? സെയിം പദത്തിൽ വരിക. ഓക്കെ, അപ്പോൾ അതിനാണ് സ്ഥാനം കൂടുതൽ. അതുകൊണ്ട് നീട്ടുമ്പോൾ എന്ത് ചെയ്യരുത്? മദ് മുൻഫസിലിനെ മുത്തസിലിനേക്കാൾ കൂടുതൽ നീട്ടുന്ന അവസ്ഥ വരാൻ പാടില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നോട്ടിപ്പോവാം. രണ്ടും ഒരേപോലെ നീട്ടിയാലും കുഴപ്പമില്ല. എന്താ വരുത്? ഒന്ന് മുത്തസിലിനേക്കാൾ മുൻഫസിൽ നീണ്ടു പോകരുത്.
ഓക്കെ. ഇനി അഹ്ലക്നാഹും, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അധികം ഓതുമ്പോൾ അഹ്ലക്നാഹു എന്ന ഓതല്. ഹായിന് സുക്കൂം വന്നു കഴിഞ്ഞാൽ കൽക്കൽ ചെയ്യരുത്. അഹ്ലക്നാഹു അല്ല, അഹ്ലക്നാഹും, അഹ്ലക്നാഹും. അതുപോലെ തന്നെ കാഫിന്റെ സുക്കൂന് അഹ്ലക്നാഹും, അതൊക്കെ ശ്രദ്ധിക്കുക. അഹ്ലക്നാഹു അല്ല, അഹ്ലക്ന, അഹ്ലക്ന. ഇട്ടിട്ട് പോകണം. പിന്നെ അഹ്ലക്നാഹു എന്നുള്ളതിൽ നയമായിട്ട് പറയാനുള്ള നിയമം ഏതാ? നൂനിന് എന്ത് വന്നിട്ടുണ്ട്? മദ് അസ്ലി വന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അഹ്ലക്നാഹും, സാക്കിനായ മീമിന് ശേഷം അക്ഷരം വന്നിരിക്കുന്നത് ലാം. അഹ്ലക്നാഹും ലാ. സാക്കിനായ മീമിന് ശേഷം ലാം എന്നുള്ള നിയമം ഏതാ? ഇൽഹാർ ഷഫവി. ഏതൊക്കെ അക്ഷരങ്ങൾ ഒഴിവാക്കിയാൽ ഇൽഹാർ ഷഫവി കിട്ടും? ബ, മീം ഒഴികെയുള്ള ഏതക്ഷരം സുക്കൂണുള്ള മീമിന് ശേഷം വന്നാലും ഇൽഹാർ ഷഫവി എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. എങ്ങനെയാ? ഹും ല. എങ്ങനെയാ? ഹും ല. ഇനി ലമ്മ, ലമ്മയിൽ 2 നിയമങ്ങളുണ്ട്. ഏതൊക്കെയാ? ഒന്ന്, മീമിന് ഷദ്ദ് വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? മണിക്കണം, കനപ്പിക്കണ്ട. മീമിന് ഷദ്ദ് വന്നതുകൊണ്ട് മണിച്ചോതണം. അതേപോലെ തന്നെ മീമിൽ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. അപ്പൊ എങ്ങനെ ഓതണം? ലമ്മ. ഇനി ലലമു എന്നുള്ളിടത്ത് മീമിന് എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. ഒരു എലിഫിന്റെ അളവ് നീട്ടണം. വജഅൽന, അവിടെ എന്തുണ്ട്? നൂനിന് മദ് അസ്ലി ഉണ്ട്. മദ് അസ്ലി നമ്മൾ സ്പീഡിൽ പോവാം. അല്ല, വജഅൽനയിലെ മദ് അസ്ലിയിൽ, നൂനിലെ മദ് അസ്ലി ഇല്ലേ? അവിടെ ഏത് ഹുറൂഫുൽ മദ്ദാ ഉള്ളത്? സുക്കൂണിൽ അലിഫ് എന്ന് വേണ്ട, അലിഫ്. കാരണം എന്താ? നേരത്തെ പറഞ്ഞിരുന്നത് അലിഫ് എപ്പോഴും ഹർക്കത്തുകളിൽ നിന്ന് ഒഴിവാക്കും. ഓട്ടോമാറ്റിക് അവിടെ സുക്കൂൺ. പ്രത്യേകം സുക്കൂണിൽ നിന്ന് എന്താ പറഞ്ഞോളി. എവിടെ ഏതാ? മീമിന് ശേഷം സുക്കൂണിലെ വാവിന് മുമ്പുള്ള ഒക്കെ ഉണ്ട്. എന്തിന് നീട്ടാൻ? ഏത് ഹർക്കത്തിന് നീട്ടാനാ വരുന്നത്? മീം ഹർക്കത്തല്ലല്ലോ, അക്ഷരമല്ലേ. ഫതഹ, കസർ, ലമ്മിന് ശേഷമുള്ള സുക്കൂണുള്ള വാവ്. മതി മതി, ഇങ്ങനെ മതി. ഇങ്ങനെ കിട്ടിയാലും മതി. ഓക്കെ. ഇനി അപ്പോൾ ഇവിടെ വജാലിന വരെ എത്തിയത്. ഇനി ലിമഹ്ലിക്കിഹിം, അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കുക. ഹായിന്റെ സുക്കൂന് കൽക്കൽ ചെയ്യരുത്. മഹ്ലിക്കി അല്ല, മഹ്ലിക്ക്. മഹ്ലിയാണ്, മഹ്ലി. ഇനി മഹ്ലിക്കിഹിം പറയാൻ പ്രയാസമുണ്ടോ? മഹ്ലിക്കിഹിം, മഹ്ലിക്കിഹിം. മഹ്ദി എന്ന് പറയത്തില്ല, മഹ്ദി. മഹ്ലിക്കിഹിം. ഇനി അടുത്ത നിയമമാണ് കേൾക്കേണ്ടത്. മഹ്ലിക്കിഹിം എന്നിടത്ത് സാക്കിനായ മീം വന്നിട്ടുണ്ട് അല്ലേ? സുക്കൂണുള്ള മീം വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന അക്ഷരവും മീം തന്നെയാണ്. ഏതാ നിയമം? ഇഖ്ഫാ ഷഫവിയോ? ഇഖ്ഫാ ഷഫവി ആണെങ്കിൽ സാക്കിനായ മീമിന് ശേഷം ഏതക്ഷരം വരണം? ബാ വരണം. ഇവിടെ മീമാ വന്നിരിക്കുന്നത്. അപ്പൊ ഇദ്ഗാം ഷഫവി. ഇദ്ഗാം ഷഫവി എന്ത് ചെയ്യണം? മണിച്ച് കൂട്ടിച്ചേർത്തോതണം. അപ്പൊ എങ്ങനെയാ? ലിമഹ്ലിക്കിഹിമ്മ. ആ വാക്കൊന്നും പറഞ്ഞോളി, കാരണം ഓതുമ്പോ ഒന്നും കൂടെ. ലിമഹ്ലിക്കിഹിമ്മ. ഇനി മൗഇദൻ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മൗഇദൻ വാക്കിന്റെ നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫതഹാണ് വന്നിരിക്കുന്നത്. നിർത്തുമ്പോൾ എങ്ങനെ നിർത്തണം? മൗഇദ. ഒരു എലിഫിന്റെ അത് നിർത്തണം. മൗഇദാഹ് എന്നില്ല, മൗഇദ, മൗഇദ. ഓക്കെ, ഓതി നോക്കാം. വതിൽകൽ ഖുറാ അഹ്ലക്നാഹും ലമ്മാ ളലമു വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ. ഒന്നും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത്? കൽക്കൽ ഇല്ലാ സ്ഥലങ്ങളിൽ കൽക്കൽ ചെയ്യരുത്. ഹാ സുക്കൂണുള്ള ഹാ കുറച്ചധികം വരുന്നുണ്ട്. ഒന്നും കൂടെ. വതിൽകൽ ഖുറാ അഹ്ലക്നാഹും ലമ്മാ ളലമു വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ. ഒന്നും കൂടി. വതിൽകൽ ഖുറാ അഹ്ലക്നാഹും ലമ്മാ ളലമു വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ. എത്തും അവിടം വരെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ഓതുമ്പോൾ. ഇനി അഥവാ എത്തുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വഖഫിന് നിയമം അറിയാം, അതനുസരിച്ച് വഖഫ് ചെയ്യുക, എടുത്ത് ഓതുക. ഓക്കെ, ഇവിടെ നിന്ന് തുടങ്ങിക്കോ, അങ്ങനെ തുടങ്ങിക്കോളൂ.
وتلك القرى أهلكناهم لما ظلموا وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. ഈ അഹ്ലക്നാഹുംല അവിടെ നിങ്ങളുടെ ഒരു ആ ഹുംലയിൽ ഒരു പ്രത്യേക സ്പീഡ് കൂടുന്നുണ്ട് അവിടെ. അഹ്ലക്നാഹുംല. وتلك القرى أهلكناهم لما അഹ്ലക്നാഹും ലമ്മ സ്പീഡ് ഉണ്ട്. وتلك القرى أهلكناهم അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതേ وتلك القرى أهلكناهم നീട്ടിക്കോളി. ഖുറാ. وتلك القرى أهلكناهم ഓ അഹ്ലക്നാഹു അല്ല, അഹ്ലക്ന. وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. ഇത്ര നാൾ ഓതി ശീലിച്ചതിൻ്റെ പ്രശ്നമാണ് ഈ അഹ്ലക്നാഹു എന്നുള്ള വാക്ക് പഠിക്കാൻ ശ്രദ്ധിക്കണം. രണ്ട് സ്ഥലത്തും നിങ്ങൾ കൽക്കൽ വരുന്നുണ്ട്. അഹ്ലക്നാണ്, അഹ്ലക്ന. ഓക്കെ. وتلك القرى അവിടെ وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾട്ടാ. മറ്റേ സനയ്യ ആ ഭാഗത്തുള്ളതാണ് നേരത്തെ കൊണ്ടുവിടുന്ന ആളായിരുന്നു. وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. നേരത്തെ വിഷയത്തിലേ ഉള്ളൂ. ആ അഹ്ലക്നാഹു എന്നുള്ള പദം ഇല്ലേ, അവിടെ നമ്മൾ ആ നേരത്തെ പറഞ്ഞ വിഷയം അഹ്ല എന്ന് പറയരുത്, അഹ്ല. തൊട്ടിങ്ങനെ പോകണം, അഹ്ല. ഇനി അതുപോലെ തന്നെ ലക്ന, ലക്നോ എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ലക്ന, അഹ്ലക്ന. കറക്റ്റ്, അഹ്ലക്ന. എന്തായി പോരുത്, അഹ്ലക്നായി പോരുത്, അയഞ്ഞു പോരുത്. وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. ما شاء الله ما شاء الله. وتلك القرى أهلكناهم وتلك القرى أهلكنا للو وتلك القرى أهلكنا أهلك നിങ്ങൾ കാഫിന്റെ സുക്കൂൻ കൽക്കല ചെയ്യുന്നുണ്ട്. അഹ്ലക്ന അല്ല ലക്ന. وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. اوكي ما شاء الله. وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. അത് ഹായേ കേൾക്കുന്നില്ല നമ്മുടെ ഈ വാക്ക് മാത്രം. ഇപ്പോൾ ഓക്കെ ആയി. ഓതുമ്പോൾ കിട്ടി. അതുപോലെ തന്നെ ഈ വാക്ക് മാത്രം അത് കേൾക്കണം. ഓതുമ്പോൾ കിട്ടണം. ഓതുമ്പം എന്താ തന്നെ അക്ഷരം മനസ്സിലാവുന്നില്ല. വരണം എല്ലാം പപ്പടക്കോലില്ലേ. കാഫിന്റെ സുക്കൂന് കൽക്കൽ ചെയ്യരുത്. ലക്ന അല്ല ലക്ന. وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. وتلك القرى أهلكناهم നീട്ടൽ കുറഞ്ഞോ? وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. اوكي ما شاء الله. وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. ഇല്ല, അവിടെ എന്താ അവസാനം കൊണ്ടൊരു ടക്ക് ഇടല്. മൗഇദ എന്നല്ല, അവസാനം ഹായില്ല. മൗഇദ നീട്ടി നിർത്തിയല്ലേ ഉള്ളൂ.
എൻ്റെ മുഖത്തേക്ക് നോക്കൂളി. മൗഇദ മൗഇദ. അവസാനം നിങ്ങളത് ഹാ വരുന്നുണ്ട്. മൗഇദാഹ് എന്ന് വരുന്നുണ്ട്. لمهلكهم موعدا ദാ എന്ന് മാത്രം പറഞ്ഞ ദാ ذا ദാ. ذا ആ ദാ നീട്ടിയില്ലേ, അതേപോലെ നിർത്തണ്ട. അവസാനം ഹാ വരരുത്. لمهلكهم موعدا അവസാനം ഹാ എപ്പോഴും വരുന്നുണ്ട്. മൗഇദാഹ് എന്നില്ല. لمهلكهم موعدا മൗഇദ ദാ. موعدا ദാ ദാ എന്ന് പറയില്ലേ, ദാ ദേ എന്ന് പറയില്ലേ, ദാ. لمهلكهم موعدا എപ്പോഴും അവസാനം ഒരു لمهلكهم ദാ എന്ന് മാത്രം ദാ ذا ദാ. ذا ഇത്രേ ഉള്ളൂ. ആ ദാ തന്നെ അവിടെ വരേണ്ടത്. മൗഇദ لمهلكهم موعدا മൗഇദ മൗഇദ. അപ്പോഴും ഹാ വരുന്നുണ്ട് അവസാനം. لمهلكهم موعدا നീട്ടിക്കോളി. لمهلكهم موعدا മൗഇദ മൗഇദ. لمهلكهم موعدا ഇത്രേ ഉള്ളൂ. മൗഇദ ഈ കിട്ടണം. അതുപോലെ വലമൂന്ന് നീട്ടരുത്. ഒരു അലിഫ് നീട്ടിയാൽ മതി. تلك القرى أهلكناهم لما ظلموا وجعلنا അത്രേ ഉള്ളൂ. നേരത്തെ ഓതിപ്പോൾ വലമൂന്ന് കുറച്ചധികം നീട്ടി. وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا വജാലിന മാത്രം. وجعلنا لمهلكهم മഹ്ലിക്കില്ല. وجعلنا لمهلكهم موعدا موعدا മൗഇദാം. موعدا ചുണ്ടടയാനും പാടില്ല. മൗഇദാം എന്നായിപ്പോയി. ഓക്കെ. ഇനി അടുത്തത് സമയമുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ഒരാത്തും എടുക്കാം. അതല്ല വഇദ് ഖാല. വഇദ് ഖാല എന്താ? വഇദ് ഖാലയിൽ ഖാഫിൽ എന്തുണ്ട്? മദ്ദ അസ്ലി ഉണ്ട്. ഒരു അലിഫിൻ്റെ അളവ് നീട്ടുക. ഖാ. മൂസ എന്നതിൽ എത്ര മദ്ദ അസ്ലികളുണ്ട്? 2. ഒന്ന് മീമിലുണ്ട്. ആ മീമിൽ ഏത് ഹുറൂഫുൽ മദ്ദാ വന്നിരിക്കുന്നത്? ആ മാഷാ അല്ലാ. സീനിലുള്ളതോ? ആ മാഷാ അല്ലാ. പിന്നെ ഇനി എന്ത് വേണം? ഇനി പോയിട്ട് കിടന്ന് ഉറങ്ങണം എനിക്ക്. ഓക്കെ. മൂസ. അപ്പൊ ഈ മൂസയിൽ 2 മദ്ദ അസ്ലി ഉണ്ട്. ഓരോ അലിഫ് വെച്ച് നീട്ടുക. ലി ഫതാഹു അല്ലേ? ലി ഫതാഹു. അവിടെയും തായിന് എന്തുണ്ട്? തായിന് ഫത്തഹിന് ശേഷം അലിഫ് ഹുറൂഫ് മദ്ദ അസ്ലി ഉണ്ട്. ഒരു അലിഫിന്റെ അളവ് നീട്ടുക. അടുത്തത് ലാ അബ്റഹു. അവിടെ ലായിൽ എന്തുണ്ട്? ഫത്തഹിന് ശേഷം അലിഫ് എന്നുള്ള ഹുറൂഫുൽ മദ് ഉണ്ട്. പക്ഷേ ആ ഹുറൂഫുൽ മദ്ദിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? ഹംസ വന്നിട്ടുണ്ട്. അപ്പോൾ മദ് അസ്ലി എല്ലാം മറിച്ച് മദ് ഫറഈ. മദ് ഫറഈൽ തന്നെ ഏത് മദ്ദ? മുത്തസിലോ മുൻഫസിൽ? അല്ല അല്ലല്ലോ. ഈ ലാ വേറെയും അബ്റഹു വേറെയാണ്. ഓക്കെ. ലാ വേറെ. അത് അത് കുറ്റമല്ല. കാരണം എന്താ അറിയോ? അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ നഹ്വും സർഫും പഠിച്ചാലേ ഏകദേശം അത് മനസ്സിലാവുള്ളൂ. ഇപ്പം ഹാ ഉലായി വിഷയമല്ല. ഹാ ഉലായി ചേർത്ത് എഴുതുക. പക്ഷെ അതിൽ ഹായിലെ മദ് മുൻഫസിലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ മദ് മുൻഫസിലാണ്. കുറച്ചധികം നീട്ടണം. എങ്ങനെ? ലാ ആ. ഇനി അബ്റഹു എന്നത് എത്ര നിയമമുണ്ട്? അബ്റഹു എന്ന വാക്കിൽ മാത്രം എത്ര നിയമമുണ്ട്? 2 നിയമം. കൽക്കൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. അപ്പൊ ബായിന് സുക്കും എന്നതുകൊണ്ട് കൽക്കല ചെയ്യണം. എങ്ങനെ? അബ്. എങ്ങനെ ഓതരുത്? അബ് എന്ന് ഓതരുത്. അബ് അബ് എന്ന് ഓതണം. റായിന് ഫതഹ് എന്നതുകൊണ്ട് റായിനെ കനപ്പിക്കണം. ഇനി ഇവിടെ ഒരു വിഷയം എന്താ അറിയോ? അബ്റഹു ഹായിന് ഫതഹ്, തൊട്ടടുത്ത് അടുത്ത ഹായിന് ഫതഹ്. 2 ഹാ അടുപ്പിച്ച് വരുന്നുണ്ട്. കുറച്ചൊന്നും എന്ത് ചെയ്യണം? അബ്റഹുഹ അബ്റഹുഹ. 2 ഹാ ആണ്. ഹുഹ ഹുഹ. ആ 2 അക്ഷരം ക്ലിയർ ആവണം. ഒന്നുകൂടെ. അബു അല്ല അബ് അബ്. അത്രേ ഉള്ളൂ. അബ്റഹു ഹത്ത. ഇങ്ങനെ ചില സ്ഥലങ്ങളുണ്ട് ഖുർആനിൽ. ഖിസ്യിയ ഖിസ്യിയ. അവിടെയും ഈ പറഞ്ഞ 2 ഒരു യായിന് കസറും തൊട്ടടുത്ത് യായിന് ഫത്ത്. മാഷാ അല്ലാഹ്. അങ്ങനത്തെ യുഹ്യിയൽ മൗത. ഇവിടെ ശ്രദ്ധിച്ചൊന്ന് ഓതിയാൽ മതി. അബ്റഹുഹ. എങ്ങനെയാണ്? അബ്റഹുഹ.
ഇനി ഹത്ത, ഹത്ത എന്നതിൽ ഏത് ഹർഫുൽ മദ്ദ ഉള്ളത്? അലിഫ് ഉണ്ട്. ആ ഹുറൂഫുൽ മദ്ദിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? ഹംസ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ മദ് ഫറഇയാണ്. മദ് ഫറഇൽ തന്നെ മദ് മുൻഫസിലാണ്, നീട്ടണം അത്യാവശ്യം. അപ്പൊ അങ്ങനെ ഹത്ത, അങ്ങനെ ഹത്ത. അബ്ലുഗ, നേരത്തെ പറഞ്ഞ പോലെ ബായിന് സുക്കൂൻ എന്നതുകൊണ്ട് എന്ത് ചെയ്യണം? കൽക്കൽ ചെയ്യണം. അബ്ലുഗ. മജ്മഅ, മജ്മഅയിൽ എന്താ ഉള്ളത്? കൽക്കല ഉണ്ട്. ഏത് അക്ഷരത്തിന്റെ സുക്കൂൻ വന്നിരിക്കുന്നത്? ജീമിന്. ഓക്കെ, അപ്പൊ എങ്ങനെ വേണ്ടത്? മജ്മഅ, മജ്മഅ. ഓക്കെ, അടുത്തത് അൽ ബഹ്റൈനി. അൽ ബഹ്റൈനി എന്നുള്ള പദത്തിൽ എന്താ നിയമമുള്ളത്? റായിന് ഫതഹ് വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? റായിനെ കനപ്പിക്കണം. മജ്മഅൽ ബഹ്റൈനി. അത് കഴിഞ്ഞിട്ട് ഔ അംദിയ, പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. അംദിയ, അതൊക്കെ എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ചോദിയാൽ മതി. ഔ അംദിയ. ഇനി ഹുഖൂബ, ഹുഖൂബൻ. ശ്രദ്ധിക്കുക, ഖാഫിന് ലമ്മാണ്, ഹുഖ് അല്ല, ഹുഖു, ഹുഖു ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ലമ്മ് പറയുമ്പോൾ ചുണ്ട് എങ്ങനെയായിരിക്കണം നമ്മൾ പറഞ്ഞിട്ടുള്ളത്? വട്ടത്തിലായിരിക്കണം. ഇപ്പം ഹുഖൂബ, ഹുഖൂബ. ഉഗാരോ? ആര് പറഞ്ഞു? ഇഷ്മാമോ? ഹുഖൂബൻ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആയത്തിന്റെ അവസാനമാണ് വഖഫ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മദ് അസ്ലി നീട്ടി നിർത്തണം. എങ്ങനെയാ? ഹുഖൂബ, ഹുഖൂബ. ഹുഖൂബാഹ് എന്നില്ല, ഹുഖൂബ, ഹുഖൂബ, ഹുഖു, ഹുഖു. എന്താ അവിടെ അധികം തെറ്റുന്നത് എന്താ അറിയോ? ഖാഫിന്റെ ലമ്മിന് എന്ത് ചെയ്യൂല? വ്യക്തമാക്കുമല്ല. ഹുഖൂബാന്നായി പോയിട്ടുണ്ട് പലപ്പോഴും. ഹുഖു അല്ല, ഹുഖു. ആ ചുണ്ട് എന്ത് ചെയ്യണം? വട്ടത്തിൽ തന്നെ ആയിരിക്കണം. ഹുഖൂബ. ഒതി നോക്കാം, എത്തും? അവിടെ വരെ എത്തൂലേ? കാരണം അത് രണ്ട് മദ് വരുന്നുണ്ട് ഇടയിൽ. നോക്കുക. وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ. എത്തുവോ? നൂടെ. وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ أَوْ أَمْضِيَ حُقُبًا. എൻ്റെ എത്തുന്നില്ല. ഞാൻ പറയാന്തറിയോ? അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയില്ല അവിടെ. നമുക്ക് എന്ത് ചെയ്യാം? ഹത്ത അബ്ലുഗയിൽ നിർത്താം. അബ്ലുഗ അല്ലേ? ഹത്ത അബ്ലുഗ്. അതോ ബഹ്റൈൻ നിർത്തിയാൽ മതിയോ? ബഹ്റൈൻ ഇപ്പൊ തൽക്കാലം നിർത്തിയിട്ടുണ്ട്. ഫെറി നിർത്തിയില്ല തൽക്കാലം. അത് ഒഴിവാക്കിയില്ല നമുക്ക്. ഇല്ല, അത് നിർത്തിയെന്ന്. കാലാവസ്ഥ ഒന്നും അതുണ്ട്, അത് പിന്നെ പറയാം. ഓക്കെ, മജ്മഅൽ ബഹ്റൈൻ നിർത്താം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? അത് കഴിഞ്ഞ് പിന്നെ എടുത്തോതുമ്പോഴ വിഷയം. ബഹ്റൈൻ നിർത്തിയാൽ പോരാ, ഹത്ത മുതൽ എടുത്തോമ്പോൾ ആ എന്ത് ചെയ്യുന്ന അർത്ഥം പൂർത്തിയാകുന്നു. മജ്മഅൽ നിർത്താനോ? നോക്കാം, ബഹ്റൈൻ എത്തും നോക്കാം. وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ. ഓക്കെ, ഇനി എടുത്തോതുമ്പോൾ എവിടെ നോക്കണം? ഹത്ത മുതൽ. حتى أبلغ مجمع البحرين أو أمضي حقبا. ഓക്കെ, ഞാൻ ഓതാ, ജസ്റ്റ് കേട്ടിട്ട് പിന്നെ നമുക്ക് പോകാം. وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ أَوْ أَمْضِيَ حُقُبًا. ഇനി ഞാൻ ഒരുമിച്ച് ഓതാം. وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ الْبَحْرَيْنِ
حتى أبلغ مجمع البحرين أو أمضي حقبا. നോക്കിക്കോ وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا. ആയി ഒരു പൂർണ്ണ തൃപ്തിയായില്ല. وإذ قال موسى لفتاه لا أبرح حتى أبرح حتى أبلغ مجمع البحرين أو أمضي حقبا. أمضي ضادان حقوق حتى നോക്കിക്കോ حتى أبلغ مجمع البحرين أو أمضي حقبا. പ്രത്യേകം ശ്രദ്ധിക്കണേ, ضاد ശ്രദ്ധിക്കണേ. അംദിയ ആണ്, അംലിയ അല്ല, അംദിയ ضادാണ്. وإذ قال موسى لفتاه وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا. അംദിയ ضاد أمضي حقبا. أمضي أوكي أمضي حقبا إن شاء الله. وإذ قال موسى ذال سكون قلقلة إلا وإذ قال إلا وإذ قال قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا. أوكي إن شاء الله. وإذ قال إلا ذال سكون قلقلة إلا وإذ قال موسى لفتاه لا أبرح حتى أبلغ المجمع أبلغ إلا أبلغ ഉണ്ട് ലാമ്. അല്ലേ? അബുലുഗൽ ലാമുണ്ട് അവിടെ വേറെ. അബുലുഗൽ എന്ന് പറയാൻ ഗൈൻ കണ്ടിട്ട് ലാമില്ലല്ലോ. أبلغ مجمع لا حتى أبلغ مجمع البحرين أو أمضي حقبا. أمضي لام أمضي ضاد أمضي أمضي പറഞ്ഞു അങ്ങോട്ട് അംദിയ മാത്രം പറഞ്ഞു. അംദിയ ഇവിടെ ഞാൻ വീർപ്പിക്കുന്ന വൈബ്രേഷൻ വരുന്നത് തന്നെ. നിർത്തുകയാണെങ്കിൽ അംദിന്ന് നിർത്തണം. അപ്പം നമ്മൾ നിർത്താതെ ഓതുന്നത് ഔ അംദിയ ഹുക്ബാന്തിൽ നിർത്തുന്നത്. നേരെ മറിച്ച് ഇവിടെ അംദിയിൽ ഈ വാക്കിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ യായിന് നമ്മൾ എന്ത് ചെയ്യും? സുക്കൂൻ കൊടുക്കും. അല്ലെ, നിർത്തുമ്പോൾ യായിന് സുക്കൂൻ കൊടുക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നീട്ടി അംദിന്ന് നീട്ടണം. ഇനി നിർത്തുകയാണെങ്കിൽ ഇപ്പം നിർത്താതെ ഓതുമ്പോൾ അംദിയാന്ന് തന്നെ. وإذ قال موسى لفتاه لا أبرح حتى أبلغ المجمع അബുലുഗൽ എന്നില്ലല്ലോ, أبلغ مجمع നിങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത്. حتى أبلغ مجمع البحرين أو أمضي حقبا. ഹാ ഒന്നുകൂടെ അംദിയ കഴിഞ്ഞിട്ടുള്ള أمضي حقبا. ഇത് ഖാല്ലേ? നേരത്തെ ഓതി കറക്റ്റ് ആണല്ലോ. ഖാ അല്ല ഖാ അബുലുഗ ബുലുഖ അല്ല അബുലുഗ. وإذ قال موسى لفتاه لا أبرح حتى أبلغ المجمع അബുലുഗൽ എന്നില്ല, എല്ലാവരും അങ്ങനെ ഓതുന്നത് അബുലുഗൽ എന്ന്. أبلغ مجمع البحرين حتى أبلغ مجمع البحرين أو أمضي حقبا. മൂന്നാളങ്ങനെ ഓതി അബുലുഗൽ. ഇത് കാല വരത്തില്ല. وإذ قال موسى لفتاه لا أبرح حتى أبلغ അബ് ലാമിന് എന്താ ഹർക്കത്ത്? أبلغ مجمع البحرين
أو أمضي حقبا ഇങ്ങനെ കൂടെ നമുക്ക് ഓതി നോക്കാം. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو അവിടെ നിർത്തിക്കോളാം. അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ. أبلغ مجمع البحرين ഇനി ഹത്താ حتى أبلغ مجمع البحرين أو أمضي حقبا അംദിയ ഇവിടെ വൈബ്രേഷൻ വരണം. أمضي അംദിയ ഹുഖൂബ. അപ്പം വൈബ്രേഷൻ്റെ പല്ല് തെറിക്കുമോ? وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا അംദിയ നേരത്തെ മുപ്പത് തന്നെയാണ്. അംലി എന്നാണോ എൻ്റെ അംലിയ എന്നാണ്. وإذ قال موسى لفتاه لا أبرح ഈ ഒരു അടയാളം കാണുന്നില്ല. ഇത് ഈ ഒരു അടയാളം ഇല്ലേ, എന്താണ്? മദ്ദിൻ്റെ അടയാളമാണ് ഈ സാധനം. അത് വന്നു കഴിഞ്ഞാൽ നല്ലപോലെ നീട്ടണം. അബ്ലു കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാ? ഗായുടെ കുറച്ചും കൂടെ മുകളിൽ ഖ ഇല്ലേ, ഖ പറയുന്ന ആ സ്ഥലം തന്നെയാണ് സംഭവം, പക്ഷേ സൗണ്ടിൽ വ്യത്യാസം വരും. ബഹ്റൈൻ. നമ്മൾ ബഹ്റൈൻ പറയുമ്പോൾ ഇത് വ്യത്യാസമുണ്ട്. ബഹല്ല ഹായ് അല്ല ഹ ഹ ബഹ്. അത് കറക്റ്റ്. ാഫിന് ലമ്മാണ്. ഏത് ബഹ്റൈനല്ല, അല്ല ഇത് നമ്മളെ മൂസാ നബി അലൈഹി സ്വലാം മറ്റേ ഖദറിനെ കാണാൻ വേണ്ടി പോകുമ്പം ഇന്ന സ്ഥലത്ത് അബുറഹു അല്ല, ബായിന് സുക്കൂനാണ്. അബു അല്ല അബ്. حتى أبلغ مجمع البحرين أو أمضي حقبا. أمضي حقبا. 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 എടുക്കേണ്ട കോളാണ് എടുത്തോളി. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا. ഓക്കെ, ഇന്നത്തെ 3 ആയത്തെ നമ്മളെടുത്ത്. ഓക്കെ. അല്ല, ആരൊക്കെ വർക്ക് ഇടാതിരിക്കാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച 2 ആൾക്കാരെ വർക്ക് ഇട്ട കേട്ടോ. ഇന്ന് തന്നെ ഒതിരണ്ട. ഇന്നിപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്തുണ്ടാവും, ഓർമ്മ ഉണ്ടാവും. ഒരു 2 ദിവസം കഴിഞ്ഞ് ഇട്ടാൽ മതി, അപ്പോഴാണ് പണിയെടുക്കുകയുള്ളൂ. ഇപ്പം ആ ചൂട് തന്നെ ഇട്ടേ പണി തീർക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത